ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന സാനിറ്ററി കെമിസ്റ്റിന്റെ പോർഷൻ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഒന്ന് ഓർഡർ, ഒന്ന് മോളിക്യുലാരിറ്റി, റേറ്റ് ലോ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് കൊളീഷൻ തിയറി. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക്സ് ആയി തന്നിരിക്കുന്നത്. പക്ഷെ അതിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനെ പറ്റിയാണ് പറയുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഭാഗം പറയുന്നത് സ്പീഡ് ഓഫ് റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ്. റിയാക്ഷൻസിന്റെ സ്പീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഡിഗ്രിയിലും അതുപോലെ തന്നെ +2 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അവിടെയൊക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇവിടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മയിലേക്ക് വരുത്താം. അപ്പൊ തുടങ്ങുകയാണ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു സ്പീഡ് ഓഫ് റിയാക്ഷൻസ്. റിയാക്ഷന്റെ സ്പീഡിനെ പറ്റി പഠിക്കുന്ന ഒരു കെമിസ്ട്രിയിലെ ഭാഗമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലൊരു സ്പീഡിന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പീഡിന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് റേറ്റ് എന്നുള്ള ഒരു വാക്കാണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റേറ്റ്? റേറ്റിനെ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജനറലി ഒരു റിയാക്ഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റിയാക്ടന്റ് ഗിവ്സ് പ്രോഡക്റ്റ്. നമുക്കറിയാം ഒരു റിയാക്ഷന് 2 സൈഡ് ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ റിയാക്ടൻസിന് എഴുതാം, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ പ്രോഡക്ട്സ് എഴുതാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയയുടെ പ്രിപ്പറേഷൻ, ഹേബർ പ്രോസസ്, N2 + 3H2 gives 2NH3. ഇത് നമ്മുടെ അമോണിയയുടെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ആണ് റിയാക്ടൻസ്, പ്രോഡക്റ്റ് അമോണിയയാണ്. ഇവിടെ 1 mole ഓഫ് നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 moles ഓഫ് ഹൈഡ്രജൻ ഗിവ്സ് 2 moles ഓഫ് NH3. ഇതൊക്കെ നമുക്ക് ബേസിക്കലി അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷന്റെ റേറ്റ് നമ്മൾ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? നമ്മൾ ആലോചിക്കേണ്ട കാര്യം, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന സമയം, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നു. അപ്പൊ നമ്മുടെ ടൈം 0 ആയിട്ട് എടുക്കാം. നമ്മൾ ആദ്യത്തെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, അതിനെയാണ് നമ്മൾ ടൈം 0 എന്ന് പറയുന്നത്. അപ്പൊ റിയാക്ടന്റ് അവിടെ മാക്സിമം ഉണ്ടായിരിക്കും. ടൈം 0 ആവുമ്പോൾ അവിടുത്തെ റിയാക്ടന്റിന്റെ അളവ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. റിയാക്ടന്റ് 100% ഉണ്ടായിരിക്കും. അപ്പൊ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പൊ നമുക്കറിയാലോ, റിയാക്ഷൻ തുടങ്ങുമ്പോൾ, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ റിയാക്ടന്റ് ആയിരിക്കും മാക്സിമം, പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക ടൈം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞു. ഒരു 2 സെക്കൻഡ് ടൈം കഴിഞ്ഞു. 2 സെക്കൻഡ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഈ റിയാക്ടന്റ് ഇപ്പൊ വിചാരിക്കുക 98 ആയി, റിയാക്ടന്റ് 98 ആണ്. അപ്പൊ പ്രോഡക്റ്റോ ഈ കുറഞ്ഞ അത്രയും, റിയാക്ടന്റ് കുറഞ്ഞത് 2 യൂണിറ്റാ കുറഞ്ഞത്, ആ കുറഞ്ഞ അത്രയും എന്തായിട്ടുണ്ടാവും? പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ടൈം അങ്ങനെ കഴിഞ്ഞു പോയിട്ട് അവസാനം ടൈം ഇപ്പൊ ഒരു 100 സെക്കൻഡ് ആയി എന്ന് വിചാരിക്കുക. 100 സെക്കൻഡ് ആയി നമ്മുടെ ടൈം എന്ന് വിചാരിക്കുക. ഇപ്പൊ റിയാക്ടന്റ് 0 ആയിട്ടുണ്ടാവും, പ്രോഡക്റ്റ് 100% ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് റിയാക്ടന്റ് കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം ആ റിയാക്ടന്റ് മുഴുവനായിട്ടും എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ കാണേണ്ടത്. അതായത് ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ റിയാക്ടന്റിന്റെ അളവ് കുറയുകയാണ്, പ്രോഡക്റ്റിന്റെ അളവ് കൂടുകയാണ്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ റിയാക്ടന്റിന്റെ അളവ് കുറയുകയാണ്, പ്രോഡക്റ്റിന്റെ അളവ് എന്താണ്? കൂടുകയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ വേണം നമ്മൾ ഈ ഒരു ഭാഗത്തിനെ കാണാനായിട്ട്. അപ്പോ എങ്ങനെയാണ് നമ്മൾ റിയാക്ഷന്റെ റേറ്റ് എഴുതുക? ഒരു റിയാക്ഷന്റെ റേറ്റ് നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യാന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇപ്പൊ നമുക്കറിയാം, റിയാക്ഷൻ ഒരു റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷനില് റിയാക്ഷൻ പ്രൊസീഡ് ടൈം പോകുന്തോറും, ടൈമിനനുസരിച്ചാണ്, ടൈം പോകുന്തോറും റിയാക്ടന്റിന്റെ അളവ് കുറയുകയും പ്രോഡക്റ്റ്
റേറ്റിന്റെ അളവ് കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ നോക്കുക. റേറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ടന്റ് കുറയായിരുന്നത് കൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുക്കുക. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സമയത്തിനനുസരിച്ചാണ് ആറ് കുറയുന്നത്, അതുകൊണ്ട് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതാണ് അതിന്റെ റേറ്റ്. ഇനി നമുക്ക് റേറ്റിനെ പ്രൊഡക്റ്റിന്റെ ടേമിലും എഴുതാം. പ്രൊഡക്റ്റിനെ വെച്ചിട്ട് പ്രോഡക്റ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്, അതിന്റെ ടേമിലും എഴുതാം. അതെങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് കൂടുകയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പ്ലസ് സൈൻ കൊടുക്കും. പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതാ? റേറ്റ് എഴുതാം. ഇത് രണ്ടും സെയിം ആയിരിക്കും. ഒരു റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ, ഇവിടെ ആർ അല്ല കേട്ടോ, ഇത് പ്രൊഡക്റ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ പി ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലായല്ലോ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണ് എഴുതുക. റിയാക്ടന്റിന്റെ ടേമിലും എഴുതാം, പ്രോഡക്റ്റിന്റെ ടേമിലും എഴുതാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോ H2 plus I2 gives 2HI. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു. ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ എഴുതാം? ഇതിന്റെ റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇങ്ങനെയാണ് എഴുതുക. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് H2 കുറയല്ലേ, റിയാക്ടന്റ് കുറയുക ചെയ്യുക, ഇത് രണ്ടും കുറയുക ചെയ്യുക. അപ്പൊ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 divided by delta T is equal to minus delta concentration of I2 divided by delta T is equal to, ഇവിടെ HIന്റെ കോൺസെൻട്രേഷൻ കൂടുക ചെയ്യാം. അപ്പൊ എന്ത് കൊടുക്കുക? പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് എഴുതുക. മനസ്സിലായോ? ഈ റേറ്റിന് നമ്മൾ പറയുന്നത് ആവറേജ് റേറ്റ് എന്നാണ് പറയുന്നത്. ഈ റേറ്റിന് നമ്മൾ എന്താണ് പറയുന്നത്? ആവറേജ് റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ? ആ റേറ്റിന് നമ്മൾ എന്താ പറയുന്നത്? ആവറേജ് റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ട് ഒന്ന് നോക്കാം. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ കൈനറ്റിക്സ്. ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് കെമിക്കൽ കൈനറ്റിക്സ്. അത് പറയുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് മീൻസ് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയും അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും റിയാക്ഷൻ മെക്കാനിസം എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? റേറ്റ് of chemical reaction. Okay, the rate of a chemical reaction is the change in concentration of any one of the reactants or products in unit time. Rate of a chemical reaction എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുക. റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ്. അത് നമുക്ക് പറയാം, ഒന്നില്ലെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിലുള്ള കുറവ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷന്റെ ഇൻക്രീസ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ ഇൻക്രീസ് ആയിട്ട് നമുക്ക് പറയാം.
For a chemical reaction, if delta X is the change in concentration of reactant or product in the time interval delta T, the rate of the reaction എന്ന് പറയുന്നത് delta X by delta T ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മാത്രമേ നോക്കാനുള്ളൂ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആർ ആണ്. അതായത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതിന് നമ്മൾ മാത്തമാറ്റിക്കലി മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇവിടെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 മൈനസ് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R2 മൈനസ് R1 ആണ്. R2 മൈനസ് R1 ആണ് ഡെൽറ്റ ആർ. അങ്ങനെയാണ് നമുക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ ഇതിനൊന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി പ്രോഡക്റ്റിന്റെ ടേമിൽ പറഞ്ഞ എങ്ങനെ വരിക? നമ്മൾ പറഞ്ഞല്ലോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, അതായത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി. അതായത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പൊ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ടൈം ടേക്കൺ. ഇതൊക്കെ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഈ രണ്ട് എക്സ്പ്രഷനും ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ പഠിക്കുക. റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം എന്നൊന്ന് അങ്ങോട്ട് പഠിച്ചാൽ മതി. റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിവിടെ പഠിക്കേണ്ട ഫസ്റ്റ് കാര്യം. ഇതെന്താണ്? ആവറേജ് റേറ്റ് ആണ്. മോളിൽ കാണുന്ന എക്സ്പ്രഷൻ എന്തിന്റെയാണ്? ആവറേജ് റേറ്റിന്റെ ആണ് മുകളിൽ കാണുന്ന എക്സ്പ്രഷൻ. ഇതിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാൻ, ആർ ആവറേജ് റേറ്റ്, നമ്മൾ ആവറേജ് റേറ്റിനെ ആർ ആവറേജ് എന്ന് സൂചിപ്പിക്കാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരുമ്പോൾ, അതായത് ആർ ഇൻസ്റ്റന്റേനിയസ്, ഇതാണ് ആർ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരുമ്പോൾ നമ്മൾ അതിനെ എഴുതാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എങ്ങനെയാണ്? മൈനസ് ഈ ഡെൽറ്റ ഉള്ളിടത്ത് ഡി കൊടുക്കുക. മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പ്ലസ് ഡി പി ബൈ ഡി ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ ആവറേജ് റേറ്റ് ഇങ്ങനെയാണ് എഴുതുക, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഇങ്ങനെയാണ് എഴുതുക. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ആകെ ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് റേറ്റ് ലോയിലേക്കാണ്. ഇതാണ് അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. റേറ്റിന്റെ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റിന്റെ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്? യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്? യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, എന്താ വരുന്നത്? റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ? റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ടേക്കൺ, അതായത് ടൈമിന്റെ ഡിഫറൻസാ. അപ്പൊ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ. നമ്മളിവിടെ മൊളാരിറ്റി ആണ് എടുക്കുന്നത്. മോൾ പെർ ലിറ്റർ ബൈ സെക്കൻഡ് എന്ന് വരും. അപ്പൊ ഇതിന്റെ യൂണിറ്റ്, റേറ്റിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 ആണ് വരിക. ഓക്കെ, ഇവിടെ നോക്കി, ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പ്രഷൻ
expressed in mole per liter and time is in second. The unit of rate of reaction is mole per liter per second. അതായത് mole liter raised to -1 second raised to -1. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. അത് നമ്മൾ എങ്ങനെ എഴുതാ എന്ന് മാത്രം അവിടെ നോക്കിയാൽ മതി. പറഞ്ഞ കാര്യം തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുന്നത്. ഇനി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് റിയാക്ഷൻസിന്റെ എങ്ങനെ എഴുതണമെന്ന്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, കോയിഫിഷ്യന്റ് ഉള്ള റിയാക്ഷൻസ് വന്നു. കോയിഫിഷ്യൻസ് ഉള്ള റിയാക്ഷൻസ് വന്നു വിചാരിക്കും. ഇപ്പൊ ഇവിടെ അങ്ങനെ നോക്കാം. എ പ്ലസ് ബി gives സി പ്ലസ് ഡി അങ്ങനെ റിയാക്ഷൻ വന്നു. ഓക്കെ, ഇവിടെ നമ്മള് എന്താ ചെയ്യേണ്ടത്? ഇവിടെ റേറ്റ് എഴുതുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ റേറ്റ് എഴുതുമ്പോൾ ഇവിടെ എ ഉണ്ട്, ഇവിടെ ഈ ബി ഉണ്ട്, കോയിഫിഷ്യൻസ് വരുന്നുണ്ട് സ്മോൾ ലെറ്റർ. അപ്പൊ ഇവിടെ റേറ്റ് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, റേറ്റ് ഈസ് ഈക്വൽ ടു ഈ കോയിഫിഷ്യന്റിന് റെസിപ്രോക്കലും കൂടി അവിടെ ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ എഴുതേണ്ട എ കുറയാണ്, അപ്പൊ മൈനസ് കൊടുക്കും. എന്നിട്ട് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതും. ഇവിടെ എന്ത് കൊടുക്കണം? ഇതിന്റെ റെസിപ്രോക്കലും കൂടി ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 1/a എന്ന് ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? -1/b ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പ്ലസ്, അവിടെ സി കോയിഫിഷ്യന്റ് ഉണ്ട്, അപ്പൊ 1/c ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് സി ബൈ ഡെൽറ്റ ടി that is equal to plus, ഇവിടെ കോയിഫിഷ്യന്റ് സ്മോൾ d, 1/d plus 1/d into delta concentration of d by delta t. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതും കൂടി നമ്മൾ അവിടെ ഓർത്ത് വെക്കണം. അതിന്റെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, റിയാക്ഷൻ 2NO2 gives 4NO2 plus O2. ആർ ഇൻസ്റ്റന്റേനിയസ് അല്ലെങ്കിൽ ആർ ആവറേജ് സെയിം തന്നെ എഴുതുക. ഇൻസ്റ്റന്റേനിയസ് ആകുമ്പോൾ നമ്മൾ ഡെൽറ്റ എന്നുള്ളടത്ത് ഡി എന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ -1/2 dN2O5/dt is equal to 1/4 dNO2/dt equal to dO2/dt. ഇനി വേറൊരു റിയാക്ഷൻ, (5Br minus plus BrO3 minus plus 6H plus gives 3Br2 plus 3H2O. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണം? ആർ ഇൻസ്റ്റന്റേനിയസ് മൈനസ് അവിടെ കോയിഫിഷ്യന്റ് 5 ഉണ്ട്, അപ്പൊ -1/5 dBr minus by dt is equal to minus dBrO3 minus dt equal to -1/6 d concentration of H plus by dt. പിന്നെ പ്രോഡക്റ്റ്, അപ്പൊ പ്ലസ് സൈൻ ആണ്, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ അവിടെ കോയിഫിഷ്യന്റ് 3, അപ്പൊ 1/3 dBr2/dt ഈക്വൽ ടു വീണ്ടും 3 തന്നെയാണ് കോയിഫിഷ്യന്റ്, 1/3 d കോൺസെൻട്രേഷൻ ഓഫ് H2/dt. ഇത് ജനറൽ ആയിട്ട് എഴുതുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതാണ് അതിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇതാണ്ടോ, ഇതാണ് അതിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. ഇതാണ് റേറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി വരുന്നത് ഓർഡർ എന്ന് പറയുന്ന ഒരു ടേം ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഓർമ്മയുണ്ടാവും അല്ലെ? നോക്കി നോക്കാം നമുക്ക് എന്താണ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോ
അത് പറയണതിന് മുന്നേ നമുക്ക് പറയാനുള്ളത് റേറ്റ് ലോ പറയണം. ഇത് മനസ്സിലാക്കണം, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ പഠിച്ചത് റേറ്റ് ആണ്. ഒരു റിയാക്ഷന്റെ റേറ്റ് എഴുതാനാണ് പഠിച്ചത്. ആ റേറ്റ് എഴുതുന്നത് മൈനസ് ഡി ആർ ബൈ ഡി ടി, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. ഡെൽറ്റ കൊടുത്താൽ ഏതാവും? ആവറേജ് റേറ്റ് ആവും. പ്ലസ് ഡി പി ബൈ ഡി ടി. ഇതാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഈ റേറ്റിനെ റേറ്റ് ലോ എഴുതാൻ പോവാണ്. നമ്മൾ എന്തെഴുതാൻ പോവാണ്? റേറ്റ് ലോ എഴുതാൻ പോവാണ്. റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റേറ്റ് നമുക്ക് പ്രൊഡക്റ്റിന്റെ ടേംസിലും പറയാം, റിയാക്റ്റന്റിന്റെ ടേമിലും പറയാം. റിയാക്റ്റന്റിന്റെ ടേമിലും പറയാം, പ്രോഡക്റ്റിന്റെ ടേമിലും നമുക്ക് റേറ്റിനെ പറയാൻ കഴിയും. പക്ഷെ റേറ്റ് ലോ നമ്മൾ എടുക്കുമ്പോൾ റേറ്റ് ലോ നമുക്ക് റിയാക്റ്റന്റിന്റെ ടേമിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. റിയാക്റ്റന്റിന്റെ ടേമിൽ മാത്രമേ നമുക്ക് ഏത് പറയാൻ പറ്റുള്ളൂ? റിയാക്റ്റന്റ് ഓൺലി. റിയാക്റ്റന്റിന്റെ ടേമിൽ മാത്രമേ നമ്മൾ റേറ്റ് ലോ പറയാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ ആണ്, മറ്റൊന്ന് കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പോ ഈ റേറ്റ് ലോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റുമായി ബന്ധപ്പെട്ടതാണ്. റേറ്റ് ലോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് റേറ്റ് ലോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു റിയാക്റ്റന്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഒരു റിയാക്റ്റന്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റും കൂടും. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്തും കൂടും? റേറ്റും കൂടും. അതുപോലെ തന്നെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റേറ്റും കുറയും. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റേറ്റ് കൂടും, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ റേറ്റും കുറയും. അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഈ ഒരു ജനറൽ റിയാക്ഷന്റെ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു 2 റിയാക്റ്റന്റ് വരുന്നത് എടുക്കാം. ഓക്കെ, എ പ്ലസ് ബി ഗിവ്സ് പ്രോഡക്ട്സ്. ഇവിടെ റിയാക്റ്റന്റിന്റെ പ്രസക്തിയുള്ളൂ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നു. എ പ്ലസ് ബി ഗിവ്സ് പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ലോ ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റേറ്റ് ലോ എങ്ങനെ എഴുതുക എന്ന് പറയുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് കൂടുന്നു, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റേറ്റ് കുറയുന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് എന്ന് കൊടുക്കുക, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് കൊടുക്കുക. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് കൊടുക്കുക. ഇവിടെ എക്സും വൈയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻസ് ആണ്. എക്സും വൈയും എന്താണ്? എക്സ്പോണൻസ് ആണ്.
ഓക്കെ, എക്സും വൈ എന്താണ്? എക്സ്പോണൻസ് ആണ്. അത് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എക്സ്പോണൻസ്, അതായത് കോഎഫിഷ്യൻസ്. എക്കും ബിക്കും ഈക്വൽ ആവണമെന്ന് ഈക്വൽ ആവാം, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആവാം. ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റേറ്റ് ലോ. ഇതാണ് നമ്മുടെ എന്ത്? റേറ്റ് ലോ. ഇതാണ് നമ്മുടെ റേറ്റ് ലോ. അതായത് കോൺസെൻട്രേഷന്റെ ടേംസിൽ മാത്രം ഒരു റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെയാണ് എന്ത് പറയുന്നത്? റേറ്റ് ലോ എന്ന് പറയുന്നത്. ആ ഇക്വേഷനെയാണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേറ്റ് ലോ ഇങ്ങനെ എഴുതാം. ഒരു ജനറൽ റിയാക്ഷന്റെ റേറ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. റേറ്റ് ഈസ് ഈക്വൽ ടു, റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഇക്വേറ്റ് ചെയ്യണം. അത് പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ ആക്കല്ലേ അതിനെ. ഇപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു ആ ഇക്വേഷനിലത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് വരും. ഇവിടെ ഈ കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. ഇവിടെ ഈ കെനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ കെനെ നമ്മൾ വിളിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ കെനെ നമ്മൾ വിളിക്കുന്നത് റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ റേറ്റ് കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾക്ക് ഒരു സ്റ്റെപ്പും കൂടി എഴുതിയാൽ ഇങ്ങനെ എഴുതാം. rate is equal to ഇങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്നല്ലേ കിട്ടിയത്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. റേറ്റിന് നമുക്ക് ഇങ്ങനെ കൊടുത്തുകൂടെ? റിയാക്ടന്റിന്റെ ടേമിലുള്ള റേറ്റ് അല്ലേ, അപ്പൊ മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് കൊടുക്കാം. മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്ന് എഴുതാം. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്നെന്ന് പറയുന്നത് നേച്ചർ ഓഫ് റിയാക്ടൻസ് ആണ്, രണ്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, മൂന്ന് ടെമ്പറേച്ചർ, ഗ്യാസസ് റിയാക്ടൻസ് ആണെങ്കിൽ പ്രഷർ അവിടെ എഫക്ട് ചെയ്യും, പിന്നെ കാറ്റലിസ്റ്റ്, പിന്നെ റേഡിയേഷൻ ഓർ ലൈറ്റ്. അതിൽ നമ്മൾ ആദ്യം കോൺസെൻട്രേഷനെ പറ്റിയാണ് വിശദമായി പഠിക്കുന്നത്. അതിൽ വരുന്നതാണ് റേറ്റ് ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു, it is found experimentally that rate of a reaction is directly proportional to concentration of reactants. ഒരു ജനറൽ റിയാക്ഷൻ എടുത്തു നമ്മൾ, എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എക്കും ബിക്കും. എയും ബിയും ആണ് ഇവിടുത്തെ റിയാക്ടൻസ്. ആ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ raised to x and concentration of b raised to y. R is equal to, അപ്പൊ റേറ്റ് നമുക്ക് ഇത് എഴുതാം, k into concentration of a raised to x, concentration of b raised to y. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഓൾറെഡി, where x and y may or may not be equal to the stoichiometric
കോയിഫിഷ്യൻസ്. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അത്രയാണ് അവിടെ നോക്കാനായിട്ടുള്ളൂ. അടുത്തത് ഓർഡർ. അടുത്ത നമ്മുടെ ടോപ്പിക് ആണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഓർഡർ? റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയില്ലേ? റേറ്റ് ലോ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ എഴുതിയത്? ഒന്നും കൂടി എഴുതാം. Rate is equal to K into concentration of A raised to X, concentration of B raised to Y എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഈ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവർ ഇല്ലേ? എയുടെ പവർ എക്സ് ആണ്, ബിയുടെ പവർ വൈ ആണ്. അതിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡെഫിനിഷൻ ഇതാണ്: ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എ റേറ്റ് ലോ ഓഫ് എ റിയാക്ഷൻ. അതാണ് പറയുന്നത്. അതായത് റേറ്റ് ലോ എക്സ്പ്രഷനിലെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓർഡർ ഓഫ് എ റിയാക്ഷൻ. Order of a reaction is the sum of the powers of the concentration terms of the reactants in the rate law. It is an experimental quantity. ഈ റേറ്റ് ഒരിക്കലും നമുക്ക് തിയററ്റിക്കലി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മളിവിടെ ഇനി ഓർഡറിന്റെ പ്രത്യേകതകൾ പഠിക്കും. അപ്പൊ അത് മോളിക്യുലറായിട്ട് കമ്പയർ ചെയ്തിട്ടും പഠിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണിത്. ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന് ഉണ്ടാവുന്ന വാല്യൂസ് 0, 1, 2, 3 ഒക്കെ വാല്യൂസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫ്രാക്ഷനും വാല്യൂസ് ആയിട്ട് വരാം. അപ്പോ ഓർഡറിന് 0, 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സും വാല്യൂസ് ആയിട്ട് വരാം. അതുപോലെ ഒരു ഫ്രാക്ഷനും, അതായത് 2/3 ഓർഡർ ഉള്ള റിയാക്ഷൻസ് ഉണ്ട്, 1/2 ഓർഡർ ഉള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇത് രണ്ട്, ഇപ്പൊ എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ എപ്പോഴും ഒറ്റയടിക്ക് നടക്കില്ല. പല സ്റ്റെപ്പുകളായിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുക. അപ്പൊ എല്ലാ സ്റ്റെപ്പും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആ റിയാക്ഷൻ നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയും. ഒരു കോംപ്ലക്സ് റിയാക്ഷനിലെ ഓരോ സ്റ്റെപ്പിനെയാണ് നമ്മൾ എലമെന്ററി റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇത് എലമെന്ററി റിയാക്ഷന് നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ കോംപ്ലക്സ് റിയാക്ഷന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, X+Y ആണ് ഓവറോൾ റിയാക്ഷന്റെ ഓർഡർ. അത് നമ്മൾ എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു എ നോക്കുമ്പോൾ അതിന്റെ ഓർഡർ എക്സ് ആണ്. അതായത് റേറ്റിന് എങ്ങനെയല്ലേ എഴുതാം? റേറ്റിന് നമ്മൾ എഴുതാം, ഇവിടെ നോക്കൂ, K കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ആണ്. അതില് വിത്ത് റെസ്പെക്ട് ടു എ നോക്കുമ്പോൾ എക്സ് ആണ് അതിന്റെ ഓർഡർ, വിത്ത് റെസ്പെക്ട് ടു ബി നോക്കുമ്പോൾ വൈ ആണ് അതിന്റെ ഓർഡർ. ഓവറോൾ റിയാക്ഷന്റെ ഓർഡർ ആണ് X+Y. നമുക്ക് അതിന്റെ പോയിന്റ്സ് മാത്രം മതി, നോട്ട്സ് ഇത്ര ഇലാബറേറ്റ് ആയിട്ടൊന്നും ആവശ്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒരു റിയാക്ഷന്റെ ഓർഡർ 0 ആണെങ്കിൽ നമ്മൾ അതിനെ 0 ഓർഡർ റിയാക്ഷൻ എന്നാ പറയാ. പിന്നെ 1 ആണെങ്കിൽ അതിനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പറയും. 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്നാണൊക്കെയാണ് പറയാ. 1/2 ആണെങ്കിൽ ഹാഫ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയാ. ഇനി ഓർഡർ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്? ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ഇത് അപ്ലിക്കബിൾ ആണ്. ആ രണ്ട് കാര്യങ്ങളും കൂടി അവിടെ ഓർത്ത് വെക്കുക, അത് ചോദിക്കും. അടുത്തതാണ് മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അടുത്തതാണ് എന്ത്? മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റിയാക്ഷനിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഹേബർ പ്രോസസ്സ്,
N2 plus 3H2 gives 2NH3. ഇതാണ് ഹേബർ പ്രോസസ്. ഇതിൽ എത്ര മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു? ഒരു N2ഉം 3H2ഉം. അപ്പൊ 4 മോളിക്യൂൾസ് ആണ് ഇവിടെ റിയാക്ട് ചെയ്തത്. അപ്പോ ഇതിന്റെ മോളിക്യുലാരിറ്റി 4ആണ്. അതായത് ഒരു റിയാക്ഷനിൽ എത്ര സ്പീഷീസ്, നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസിനെയാണ് മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് റിയാക്ടൻസിന്റെ ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. റിയാക്ടൻസിന്റെ ഫ്രണ്ടിലുള്ള നമ്പേഴ്സ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്യുലാരിറ്റി കിട്ടും. ഇവിടെ നോക്കി, എന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി. It is the total number of reacting species collide simultaneously in a chemical reaction. It is a theoretical quantity. അതായത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷീസിനെയാണ് നമ്മൾ മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഓർഡർ എന്തായിരുന്നു? ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു. മോളിക്യുലാരിറ്റി എന്താണ്? ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ഏതാണ് തിയററ്റിക്കൽ, ഏതാണ് എക്സ്പെരിമെന്റൽ എന്ന് ചോദിക്കാം. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് 1, 2, 3 എക്സെട്ര. ഇതിന്റെ വാല്യൂ 0 ആവില്ല. മോളിക്യുലാരിറ്റിയുടെ വാല്യൂ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. 0 റിയാക്ടൻസ് കൊളൈഡ് ചെയ്യില്ലല്ലോ, അപ്പൊ 0 ആവില്ല. ഇറ്റ് കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. 0 ആവില്ല, അതുപോലെ ഫ്രാക്ഷനും ആവില്ല. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി എലമെന്ററി റിയാക്ഷൻസ്. അതുപോലെ തന്നെ ഇത് എലമെന്ററി റിയാക്ഷൻസിന് മാത്രമേ നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. ഇത് കോംപ്ലക്സ് റിയാക്ഷനിൽ അപ്ലിക്കബിൾ ആവില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. NH4NO2 gives N2 plus 2H2O. അവിടെ ഒരു ഡീകമ്പോസിഷൻ ആണ് അമോണിയം നൈട്രേറ്റിന്റെ. അവിടെ ഒരു റിയാക്ടൻസ് സൈഡിൽ ഒരു മോളിക്യൂളേ ഉള്ളൂ. അപ്പൊ അതിന്റെ മോളിക്യുലാരിറ്റി 1 ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ. 2HI gives H2 plus I2. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡ്. അവിടെ 2 മോളിക്യൂൾസ് ഓഫ് HI ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. റിയാക്ടൻസ് സൈഡിൽ 2 മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ മോളിക്യുലാരിറ്റി 2 ആണ്. അതുകൊണ്ട് ഇതൊരു ബൈമോളിക്യുലർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസസും കൂടി നോക്കാം. മോളിക്യുലാരിറ്റിയുടെയും ഓർഡറിന്റെയും മോളിക്യുലാരിറ്റിയുടെയും ഡിഫറൻസ്. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന്റെ ഡെഫിനിഷൻ അത് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു ഡിഫറൻസ്. സം ഓഫ് പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഓക്കെ, അതാണ് അതിന്റെ എന്ത്, അതായത് ഡെഫിനിഷൻ. അതായത് എന്താണ്? റേറ്റ് ലോയില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് ആണ്. അതായത് എത്ര റിയാക്ടന്റ് സ്പീഷീസ് കൊളൈഡ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അതിന്റെ എണ്ണമാണ് മോളിക്യുലാരിറ്റി. ഇനി ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. മോളിക്യുലാരിറ്റി ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓർഡർ എന്താണ്? ഇറ്റ് ബി 0 ഓർ ഫ്രാക്ഷണൽ. 0 ആവാൻ പറ്റും. ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, ഹാഫ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് 0 ആവാൻ പറ്റും, അതുപോലെ ഫ്രാക്ഷനും ആവാൻ പറ്റും. പക്ഷെ മോളിക്യുലാരിറ്റിക്ക് 0യോ ഫ്രാക്ഷനോ ആകാൻ കഴിയില്ല. ഇനി ഓർഡർ എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷനും അപ്ലിക്കബിൾ ആണ്. കോംപ്ലക്സ് റിയാക്ഷന്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എലമെന്ററി റിയാക്ഷൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ. എലമെന്ററി റിയാക്ഷൻസിന് മാത്രമേ ഏത് അപ്ലിക്കബിൾ ഉള്ളൂ? മോളിക്യുലാരിറ്റി അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഒരു കൊളീഷൻ തിയറിയും കൂടി ഇതിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് നാളെ നോക്കാം. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? റേറ്റ് ലോ പഠിച്ചു, ഓർഡർ പഠിച്ചു, മോളിക്യുലാരിറ്റി പഠിച്ചു. റേറ്റ് അത് 4 ഞാൻ സമ്മപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. റേറ്റ് എങ്ങനെ എഴുതാം? ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതൂ? മൈനസ് dr/dt or plus dp/dt. ഓക്കെ, റേറ്റ് ലോ എങ്ങനെ എഴുതും? ഒരു റിയാക്ഷന്റെ റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to X, കോൺസെൻട്രേഷൻ ഓഫ് B raised to Y. ഇതില് x+y വാല്യൂ ആണ് എന്ത്? ഓർഡർ. x+y വാല്യൂ ആണ് ഓർഡർ n എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? മോളിക്യുലാരിറ്റിയും കൂടി നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ
ഗിവ് സ്പീഡ് എങ്ങനെയാണ് റേറ്റ് എഴുതാന്നാണ്. അത് ഇപ്പൊ എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി തന്നാലും നമുക്ക് എഴുതാൻ പറ്റും. റേറ്റ് നമ്മൾ എ പ്ലസ് ബി ഗിവ്സ് പ്രോഡക്റ്റ് ആ റിയാക്ഷൻ വെച്ചിട്ടാണ്, ജനറൽ റിയാക്ഷൻ വെച്ചിട്ടാണ് എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക, ബാക്കി നാളെ നോക്കാം. അപ്പോ താങ്ക് യു.